ഏലക്ക ഉണക്കുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചതോടെ പച്ച ഏലക്ക ഉണക്കുന്നതിനുള്ള ചാർജ് നിലവിലെ ചാർജിൽ നിന്നും ₹1 ഉയർത്തുമെന്ന് കാർഡമം ഡ്രയർ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഏലക്ക ഉണക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികളുടെ വില വർധനവും ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ കൂലി വർധനവുമാണ് കാരണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുൻപ് 4500 രൂപയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിറകിപ്പോൾ 8000 രൂപയ്ക്കാണ് ഏലം ഡ്രയർ ഉടമകൾക്ക് ലഭിക്കുന്നത്. പുളിമുട്ടി, കരിവേലം തുടങ്ങിയവയുടെ തടിയാണ് ഡ്രയറുകളിൽ ഉപയോഗിക്കുന്നത്. തൊഴിലാളികളുടെ കൂലിയും 6 വർഷത്തിനിടെ 300 മുതൽ 500 രൂപ വരെ ഉയർന്നു. ഇലക്ട്രിക് ഡ്രയറുകൾ ഉപയോഗത്തിൽ വന്നു തുടങ്ങിയെങ്കിലും അവയുടെ ചെലവുകളെ കുറിച്ച് ഡ്രയർ ഉടമകൾ പഠിച്ചു വരുന്നതേയുള്ളൂ. തുടർച്ചയായ വൈദ്യുതി മുടക്കവും ഇലക്ട്രിക് ഡ്രയർ ഉപയോഗത്തിൽ തിരിച്ചടിയാവുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ മേഖലയിൽ വലിയ പ്രതിസന്ധികളാണ് ഈ മേഖലയിലെ ഈ വ്യവസായത്തിൽ നിൽക്കുന്ന ആൾക്കാർ അഭിമുഖീകരിക്കുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നിലവിൽ തൊഴിലാളികളെ കിട്ടാത്ത ഒരവസ്ഥ, അവരുടെ കൂലിയുടെ വർധനവ്, അതുപോലെ തന്നെ ഡീസലിന്റെ ഒക്കെ വില വർധനവ് മൂലം മിക്ക ദിവസവും നമുക്ക് വൈദ്യുതിയില്ല, പ്രകൃതിയുടെ ഇതൊക്കെ കാരണം. അപ്പൊ അതനുസരിച്ച് ജനറേറ്ററുകൾ കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഇത്. അതുപോലെ തന്നെ ഈ ഡീസലിന്റെ വില വർധന തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് നമുക്ക് വരുന്ന വിറക്, ബ്രിക്കറ്റ് ഇങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെയും വില വർദ്ധിച്ച സാഹചര്യം ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തരത്തിലും മേലാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ സീസണിൽ 2020 ജൂൺ 15 നമ്മൾ 12 രൂപ എന്ന നിലയ്ക്ക് നിജപ്പെടുത്തിയത് ഒരു കിലോ ഏലക്ക ഉണങ്ങുന്നതിന്. അത് നമ്മൾ ₹1 കൂട്ടിക്കൊണ്ട് 13 എന്ന നിലയ്ക്ക് ഈ സീസണിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് എല്ലാ കർഷക സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മുൻപ് 12 രൂപയായിരുന്നു 1 കിലോ പച്ച ഏലക്ക ഉണങ്ങുന്നതിന് ഡ്രയർ ഉടമകൾക്ക് നൽകേണ്ട കൂലി. ഇന്ധനത്തിന്റെയും തൊഴിലാളികളുടെയും ചെലവ് വർദ്ധിച്ചതിനാൽ പച്ച ഏലക്കായ ഉണങ്ങുന്നതിന് കിലോയ്ക്ക് 12 രൂപയിൽ നിന്നും 13 ഉയർത്തുമെന്ന് കാടമം ഡ്രയർ അസോസിയേഷൻ ഭാരവാഹികളായ KT ദീപു, VP സന്തോഷ്, തോമസ് കപ്പിലാമുട്ടിൽ, ജോമോൻ കളത്തിൽ, MR ദിലീപ്, ജിമ്മി മാരൂർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.